Students, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്സ് നമ്പർ 1 ഡിജിറ്റൽ സർക്യൂട്ട് ഓപ്പറേഷൻ, നമ്പർ 2 ലോജിക് ലെവൽസ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡിജിറ്റൽ സർക്യൂട്ട് ഓപ്പറേഷൻ എന്താണെന്ന് പറയുന്നത്? ഫിസിക്കൽ ഹാർഡ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ബിൽഡ് ദി ബേസിക് ഗേറ്റ്സ് just described and how electrical quantities are used to represent and communicate the binary values and 1 and 0. Basically എന്താണ് ബൈനറി വാല്യൂസ് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റൈറ്റ്? നമുക്ക് ബൈനറി വാല്യൂസ് ആണ് നമ്മൾ ഒരു ഹാർഡ്വെയറിൽ നിന്നും വേറെ ഹാർഡ്വെയറിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ സർക്യൂട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സോ ഡിജിറ്റൽ സിഗ്നലിംഗ് റിഫേഴ്സ് ടു ഹൗ ബൈനറി കോഡ്സ് ആർ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഹൗ ബൈനറി കോഡ്സ് ആർ ജനറേറ്റഡ്, right? How binary codes are generated and transmitted successfully between two digital circuit using electrical quantities. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജും കറണ്ടും വെച്ചിട്ട് നമുക്ക് എന്താണ് ഈ ബൈനറി കോഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ വോൾട്ടേജും കറണ്ടും വെച്ചിട്ടായിരിക്കും നമ്മൾ ബൈനറി കോഡ്സിനെ പറയുന്നത്. റൈറ്റ്. സോ ബൈനറി കോഡിന് അല്ലാതെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല, റൈറ്റ്? സോ വോൾട്ടേജും കറണ്ടിൻ്റെ ബേസിസിൽ വെച്ചായിരിക്കും നമ്മൾ ബൈനറി കോഡ്സിനെ വാല്യൂ ചെയ്യുക. ഓൾറൈറ്റ്. സോ നമുക്കൊരു ഒരു ചെറിയൊരു ട്രാൻസ്മിറ്റിംഗ് സർക്യൂട്ട് ഉണ്ട്, റൈറ്റ്? അതുപോലെ തന്നെ റിസീവിങ് സർക്യൂട്ട് ഉണ്ട്. നമ്മൾ 0 1 0 ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്. സോ ബേസിക്കലി എന്താ ട്രാൻസ്മിറ്റ് ആവുന്നത്? വോൾട്ടേജസും കറൻറ്റുമാണ്. ഈ വോൾട്ടേജ് ആൻഡ് കറന്റ് ആണ് വി ആൻഡ് ഐ. ഇത് വെച്ചിട്ടാണ് നമ്മൾ സീറോസ് വൺസിനെയും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്. ഓക്കെ. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കാൻ. സോറി, വൺസ് ആൻഡ് സീറോസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വൺസ് ആൻഡ് സീറോസ് ആർ റിപ്രസെൻറ്റഡ് ആസ് വോൾട്ടേജസ്. സോ ഈ വൺസും സീറോസും നമ്മൾ സെൻഡ് ചെയ്യുന്നത് നമുക്ക് 1ഉം 0ഉം ചുമ്മാ അങ്ങ് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വോൾട്ടേജസിൻ്റെ വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ വൺസും സീറോസിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ. Now, so the sending circuit generates a binary code. The sending circuit is either called transmitter or driver. Okay. രണ്ടാമത്തെ പോയിന്റ്, transmitter represents the binary code using an electrical quantity such as voltage. So voltage വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീപ്രസെന്റ് ചെയ്യുന്നത്, റൈറ്റ്? Number 3, the receiving circuit RX observes this voltage. ഈ വോൾട്ടേജിനെ റിസീവിംഗ് സർക്യൂട്ട് ഒബ്സർവ് ചെയ്യും and is able to determine the value of the binary code. ഓക്കെ. അപ്പോൾ ഒരു വോൾട്ടേജ്, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ വോൾട്ടേജിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും 1 ആണ് 0 ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ. സോ ഇൻ ദിസ് വേ വൺസ് ആൻഡ് സീറോസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ടു ഡിജിറ്റൽ സർക്യൂട്ട്സ്. കാരണം നിങ്ങളിത് വണ്ടർ ചെയ്തിട്ടുണ്ട്, ഇത് എങ്ങനെയായിരിക്കും വൺസും സീറോസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ബേസിക്കലി വോൾട്ടേജ് വെച്ചിട്ടായിരിക്കും, റൈറ്റ്? ട്രാൻസ്മിറ്റിംഗിൽ ഒരു വോൾട്ടേജ് സെറ്റ് ചെയ്യും. ആ വോൾട്ടേജ് തന്നെ നമ്മൾ റിസീവിംഗ് സർക്യൂട്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ വോൾട്ടേജ് നമ്മൾ 1 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഇത്രയും വോൾട്ടേജ് ആണെങ്കിൽ 1 ആയിട്ട് കണക്കാക്കുക, ഇത്രയും വോൾട്ടേജ് ആണെങ്കിൽ 0 ആയിട്ട് കണക്കാക്കുക. ലേറ്റർ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കാണും ഇതിനകത്ത് എന്താണെന്നുള്ള കാര്യം, റൈറ്റ്? സോ ബേസിക് ഇത്രയും കാര്യം മനസ്സിലാക്കുക. നമ്മൾ വോൾട്ടേജസ് വെച്ചിട്ടാണ് നമ്മൾ ബൈനറി കോഡിനെ സെൻഡ് ചെയ്യുന്നത്. Okay, so you see, transmitter and receiver are both designed to use the same digital signaling scheme. Okay, അപ്പോൾ നമ്മളൊരു +5 വോൾട്ടിന് 1 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് സ്ഥലത്തും അത് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ അതിനെ ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും റിസീവറിന് പ്രോപ്പറായിട്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഓൾറൈറ്റ്. സോ ലോജിക് ലെവൽസ്. Logic level is a term to describe all possible states that a signal can have. അപ്പോൾ ലോജിക് ലെവലിൽ നമ്മുടെ ഇവിടെ എന്തായിരിക്കും? ഫോക്കസ് ഓൺ സർക്യൂട്ട്സ് ദാറ്റ് റിപ്രസെന്റ് ബൈനറി വാല്യൂസ്. നമ്മളിവിടെ എന്തായിരിക്കും? ബൈനറി വാല്യൂസ്. കാരണം എന്താണ്? നമ്മൾ ബൈനറി ആണ് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ടാവും? 1 and 0 ആയിരിക്കും, റൈറ്റ്? സോ ലെറ്റ്സ് ഡിഫൈൻ എ സിംപ്ലിസ്റ്റിക് മോഡൽ ഓഫ് ഹൗ ടു റിപ്രസെന്റ് ദി ബൈനറി കോഡ്. നമുക്ക് നോക്കാം. ആ വോൾട്ടേജ് ത്രെഷ്ഹോൾഡ് ഉണ്ടാവും. ലിസൺ കെയർഫുള്ളി. ഒരു ത്രെഷ്ഹോൾഡ് വോൾട്ടേജ് ഉണ്ടാവും. നമ്മൾ അതിനെന്ത് പറയും? VTH എന്ന് പറയും. ഓക്കെ. സോ അസ്യൂം ദ വോൾട്ടേജ് സിഗ്നൽ ഈസ് റിപ്രസെന്റഡ് ആസ് VSIG. VSIG വെച്ചിട്ടാണ് നമ്മുടെ വോൾട്ടേജ് സിഗ്നൽ നമ്മൾ റീപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ VSIG നമ്മൾ കൊടുത്തിരിക്കുന്ന VTH-നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന വോൾട്ടേജ് സിഗ്നൽ ഈസ് അബവ് ദി ത്രെഷ്ഹോൾഡ്. നമ്മൾ എന്ത് പറയും? ഹൈ ആന്ന് പറയും. ഓക്കെ, വോൾട്ടേജ് ഹൈ ആന്ന് പറയും. VSIG നമ്മൾ വെച്ചിരിക്കുന്ന ത്രെഷ്ഹോൾഡിനേക്കാളും ബിലോ ആണെങ്കിൽ നമ്മൾ പറയും ലോ ആന്ന് പറയും. ഓക്കെ. So you can see, ഇതാണ് ഈ പർപ്പിൾ ലൈനിലാണ് നമ്മൾ കാണുന്നത് ത്രെഷ്ഹോൾഡ്, റൈറ്റ്? സോ യു ക്യാൻ സീ
മുകളിലുള്ള പോർഷൻ എന്താണ്? ലോജിക് ഹൈ ആണ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ത്രെഷോൾഡ്. റൈറ്റ്? താഴത്തെ പോർഷൻ എന്തായിരിക്കും? ഈ വിസിഗ് ഈസ് ലെസ് ദാൻ ദി VTH. അപ്പൊ എന്തായിരിക്കും? ഇത്രയും പോർഷൻ ഇതെന്തായിരിക്കും? ലോ ലോജിക് ആയിരിക്കും. ഓക്കെ, വീണ്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ്? 2 ടൈപ്സ് ഓഫ് അസൈൻമെന്റ്സ് ഉണ്ട്. എന്താണ്? പോസിറ്റീവ് ലോജിക് ആയിട്ട് അസൈൻ ചെയ്യാം, നെഗറ്റീവ്. നമുക്ക് എന്താ നോക്കാം. ഓൾറൈറ്റ്, ഡോണ്ട് വറി. സപ്പോസ് നമ്മൾ പോസിറ്റീവ് ലോജിക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലോയിന് എന്തായിരിക്കും? ലോ ലോജിക് എന്തായിരിക്കും? നമ്മുടെ നോർമൽ കൺവെൻഷൻ വെച്ച് നമ്മൾ എന്താ പറയുക? ലോ എന്ന് പറയുമ്പോൾ 0, ഹൈ എന്ന് പറയുന്നത് നമ്മൾ 1. റൈറ്റ്? അതാണ് പോസിറ്റീവ് ലോജിക് എന്ന് പറയുന്നത്. പോസിറ്റീവ് ലോജിക്കിൽ ലോ ഈസ് ഓൾവേസ് ഡിറ്റർമൈൻഡ് ആസ് 0. റൈറ്റ്? സോ ലോ എന്തായിരിക്കും? 0, ഹൈ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം ലോ എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡ് വയർ ചെയ്യുന്ന എന്തായിരിക്കും? 0, ആൻഡ് ഹൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ത്രെഷോൾഡിനേക്കാളും കൂടുതലായിട്ടുള്ള ലോജിക്, വി സിഗ്നൽ ആണെങ്കിൽ ലോജിക് ഹൈ എന്ന് പറയും. ഇപ്പൊ ഹൈ എന്ന് പറയുന്നത്, ഹൈ എന്താ ഉദ്ദേശിക്കുന്നത്? 1 ആണ് ഉദ്ദേശിക്കുന്നത് അക്കോർഡിംഗ് ടു പോസിറ്റീവ് ലോജിക്. ഇനി നമ്മൾ നെഗറ്റീവ് ലോജിക്കും യൂസ് ചെയ്യാം. പക്ഷെ യൂഷ്വലി നമ്മൾ പോസിറ്റീവ് ലോജിക് തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ലോയിന് എന്ത് പറയും? 0 എന്ന് പറയും. ഹൈന് എന്ത് പറയും? 1 എന്ന് പറയും. നെഗറ്റീവ് ലോജിക്കിൽ എന്തായിരിക്കും പറയുക? ലോയിന് 1 എന്ന് പറയും, ഹൈന് 0 എന്ന് പറയും. സോ യു ക്യാൻ യൂസ് എനി ഓഫ് ദീസ് ലോജിക്സ്. സോ ഒബ്വിയസ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജനറൽ കൺസെപ്ഷൻ അനുസരിച്ച് നമ്മൾ എന്താണ്? പോസിറ്റീവ് ലോജിക് ആണ് യൂസ് ചെയ്യുന്നത്. In some textbooks, negative logics are used, right? So if some person is telling you that they are using negative logic and they are saying that we are assigning low logic for 1, you shouldn't laugh at them, right? കാരണം അത് അവരുടെ ഇഷ്ടമാണ്. 2 രീതിയിലും നമുക്ക് കാണിക്കാം. സോ ദീസ് ആർ ലോജിക് ലെവൽസ്, റൈറ്റ്? സോ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഔട്ട്പുട്ട് DC സ്പെസിഫിക്കേഷൻ, അങ്ങനെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.